ഹലോ. സോ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ചെറാപുഞ്ചിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പ്ലാൻ. നമ്മൾ രാവിലെ 6 മണിക്ക് തന്നെ എണീറ്റ് ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിനെ. ഫുഡ് ടിഫിനിലാക്കി നമ്മൾ റൂം വെക്കേറ്റ് ആക്കി. റൂമിൽ നിന്ന് ഇറങ്ങിയതും ഒരുപാട് ടാക്സിക്കാരെ നമ്മൾ വട്ടം കൂടി. 2000 ആണ് ആ ഒരു ടാക്സിക്ക് ചാർജ് പറഞ്ഞു. അവസാനം 150 രൂപയ്ക്ക് സ്റ്റാൻഡിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. സ്റ്റാൻഡിൽ നിന്ന് പിന്നെ 150 രൂപയ്ക്ക് തന്നെ നമുക്ക് ചെറാപുഞ്ചിയിലേക്ക് ഷെയർ ടാക്സി കിട്ടിയിട്ടോ. ഷില്ലോങ് ടു ചെറാപുഞ്ചി 2 മണിക്കൂറാണ് യാത്ര വരുന്നത്. ടാക്സിയിൽ നിന്ന് നമ്മൾ പരിചയപ്പെട്ടതായിരുന്നു ബാനെ. +1 പഠിക്കണ കുട്ടിയാണ്. അവൻ ഒരുപാട് സംസാരിച്ചു, കുറേ കാര്യങ്ങൾ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. These memories will stay with me. എന്തായാലും ചെറാപുഞ്ചിയിൽ എത്തിയതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞു, എല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യം നമ്മൾ നൊക്കാലിക്ക് പോകാൻ വേണ്ടിയിട്ട് ബാൻ്റെ കൂടെ ടാക്സി കയറി. Venture out to the great unknown. Find a place where I can feel alive again. Throw caution to the നല്ല അടിപൊളി ഉഷാറ് വെള്ളച്ചാട്ടം, നല്ല നീല വെള്ളം. ഒരുപാട് നേരം അവിടെ തന്നെ നിന്ന് ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നി. I'll find my feet on the way. Venture out to the great unknown. Find a place where I can feel alive again. ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. I'll find my feet on. നൊക്കാലിക്കായിട്ട് സുഹ്റ 6 കിലോമീറ്ററാണ് ദൂരം. ചെറാപുഞ്ചിന്റെ പഴയ പേരാണ് കേട്ടോ സുഹ്റ. ടാക്സി ചാർജ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. കുറച്ച് ടയേർഡായെങ്കിലും നടക്കാൻ തീരുമാനിച്ചത് നന്നായി എന്ന് തോന്നി. ടാക്സിയിൽ പോവുമായിരുന്നെങ്കിൽ ഇത്രയും ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ലായിരുന്നു കാഴ്ചകളെല്ലാം. Back to the place right along. That distant coastline. ചെറാപുഞ്ചിയിൽ നിന്ന് 2.5 കിലോമീറ്ററാണ് അർവാഹ് കേവിലേക്കുള്ളത്. 6 കിലോമീറ്റർ നടന്നപ്പോൾ ഇനിയിപ്പോൾ 2.5 കിലോമീറ്ററും കൂടിയല്ലേ, അതും കൂടി നടക്കാമെന്ന് വിചാരിച്ചു. അർവാഹിലേക്കുള്ള വഴിയും കൂടി കാണിച്ചു തന്നിട്ട് ബാ നമ്മുടെ അടുത്ത് ബായി പറഞ്ഞു. Not that far from that place we call home. അർവാഹിലേക്ക് എത്തിയപ്പോഴേക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്ഥലം നോക്കിയിരുന്ന് രാവിലെ ഉണ്ടാക്കി വെച്ച ഫുഡ് എടുത്ത് കഴിച്ചു. To the friends I've always known. Take me home. Back to the place where I belong. Venture out to the great unknown. Find a place where I can feel alive again. Throw caution to the wind. I'll find my feet on the way. I'll find my feet on the way. ഉച്ച സമയമാണെങ്കിലും നല്ല കോടുണ്ടായിരുന്നു. അർവാഹിൻ്റെ എൻട്രിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരം വണ്ടിയിലാണ് എല്ലാവരും പോകുന്നത്. പക്ഷെ നമ്മളെന്തായാലും നടക്കാൻ തീരുമാനിച്ചു.
coastline, where fixed sides washed away without ocean tide. Need to slow down, look around. Not that far from that place we call home. അങ്ങനെ നമ്മൾ കേവിൻ്റെ ഉള്ളിലെത്തി. ദിസ് ഈസ് ദ അർവാഹ് കേവ്. Back to the place where I belong. Venture out to the great unknown. Find a place where I can feel alive again. Throw caution to the wind. I'll find my feet on the way. I'll find my അങ്ങനെ കേവ് എല്ലാം കണ്ടു കഴിഞ്ഞ് 5 ആകുമ്പോഴത്തേന് തിരിച്ച് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കൗണ്ടറിൽ നിന്ന് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അധികം വൈകിപ്പിക്കാതെ വേഗം ഇറങ്ങാൻ തീരുമാനിച്ചു. നെക്സ്റ്റ് നമുക്ക് പോകാനുള്ളത് നോങ്ക്രിയാറ്റ് വില്ലേജ് ആണ്. പക്ഷെ അത് ഇന്ന് എന്തായാലും ഇനി നടക്കില്ല. സോ ഇന്ന് നമ്മൾ ടെർണ വില്ലേജിൽ പോയി സ്റ്റേ ആക്കാനാണ് വിചാരിക്കണേ. ടെർണ വില്ലേജിൽ നിന്നാണ് നോങ്ക്രിയാറ്റിക്കുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യണേ. ഷെയർ ടാക്സിക്കും വേണ്ടി കുറേ നേരം കാത്തിരുന്ന അവസാനം കിട്ടിയതാണ്. ഷെയർ ടാക്സി എന്നൊക്കെ പറഞ്ഞ ഒരു 1.5 ഷെയറിങ്ങാണ്. ഓൾട്ടോ കാറിലെ ഫ്രണ്ട് സീറ്റിലാണ് കേട്ടോ ഞാനും ജിലു ഇരിക്കണേ. Not that far from take me home, back to the place where I belong. That distant coastline. എവിടെങ്കിലും ടെൻ്റ് അടിക്കാനായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാൻ. പക്ഷെ ഇവിടെ ഫുള്ള് ഹോം സ്റ്റേസ് ആണ്. സോ ആരും അതിനുള്ളൊരു സ്പേസ് തന്നില്ല. അവസാനം റൂം എടുക്കേണ്ടി വന്നു. അങ്ങനെ റൂം എടുത്ത് ഫുഡ് കഴിച്ച് ഉഷാറായിട്ടൊന്ന് ഉറങ്ങി എണീച്ച് രാവിലെ തന്നെ ട്രക്കിങ്ങിന് നോക്കണം.